അങ്ങനെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലേക്ക് വീണ്ടും വന്നേക്കാണ്. ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് ടൈഗർ ട്രയലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈഗർ ട്രയലാണ്. നല്ലൊരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ, നമ്മുടെ വീഡിയോയിൽ ഭ്രാന്തിപാറ ട്രക്കിങ് വന്ന് റിപ്പോർട്ട് ചെയ്യണ സെയിം സ്ഥലത്ത് തന്നെയാണ് ഈ ടൈഗർ ട്രയലിൻ്റെ റിപ്പോർട്ടിങ്ങും ചെയ്യേണ്ടത്. അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇവിടെ നമുക്ക് ഇവരുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ അതിനടുത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ തൊണ്ടിയാറ് ട്രക്കിങ്ങിന് വന്ന സെയിം ടീം തന്നെയാണ് നമ്മുടെ ടൈഗർ ട്രയൽ ടീമിന് വന്നിട്ടുള്ളത്. ഡോക്ടർ സുധാകരൻ, ഡിവിൻ ആൻഡ് ശ്യാം. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാഴ്ചകളോടെ കാണാം. ഇവിടെ തന്നെ നമുക്ക് ഭ്രാന്തിപാറ ട്രക്കിങ്ങിന് വന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത സെയിം സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അമ്പലമുണ്ട്, അതുപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണത്. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ആൻഡ് കൂടെ വരുന്ന ഗാർഡുകളൊക്കെ ഇവിടെ വരും. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 9:30 വരാനാണ് പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ വന്നു, ഒരു 9 മണിയായപ്പോഴും വന്നു. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം വരാനായിട്ട്. ബാക്കി ലഞ്ച് മുതലുള്ള ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ടൈഗർ ട്രയലിൻ്റെ ക്യാമ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവർ ലഗേജ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഗൈഡുമാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. സൈസ് നോക്കിയില്ലേ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാട്ടി പോകുമ്പോൾ. നഖങ്ങളൊക്കെ മൂർച്ച കൂട്ടുന്നത്, മാർക്ക് ചെയ്യുന്നത്, ടെറിട്ടറി മാർക്കിംഗ് ഒക്കെ. ഇപ്പം 1 മണി എന്നാണ് സമയം. നമ്മൾ ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. 2 ഫുഡ് കിട്ടും. വെജിറ്റേറിയൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 3:30 ഈവനിങ് വാക്ക്. അന്നേരവ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം പോകുന്ന വഴിക്ക് കാണാൻ മേലെന്നൊന്നുമില്ല. നമുക്ക് ചാൻസ് ഉള്ള ചിലപ്പം ഇപ്പം പോകുന്നിടത്ത് ആനൊന്നും ഇപ്പം ഉണ്ടെന്ന് പറയുന്നു. ചിലപ്പം കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് 6 മണിയാകുമ്പം ക്യാമ്പ് സൈറ്റിലെത്തും. ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങും. പിറ്റേ ദിവസം കാലത്തെ 6:30 എഴുന്നേക്കണം. 7 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ടാവും. പോയിട്ട് നമ്മളൊരു 10:30 ആകുമ്പം തിരിച്ചു വരും. 2 നൈറ്റ് ആയതുകൊണ്ട് ശകലം താമസിച്ചേ വരുള്ളൂ. 1 നൈറ്റ് ആണെങ്കിൽ ഞാൻ കറക്റ്റ് 9 ആകുമ്പം വരും. ഇത് 10:30 ആകുമ്പം തിരിച്ചെത്തും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. പിന്നെ ഈവനിങ് വാക്ക് അതൊരു 3:30 തുടങ്ങും. പിന്നെ 6 ആകുമ്പം തിരിച്ചെത്തും. നമ്മൾ തിരിച്ച് ക്യാമ്പ് വന്നു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു പോരുകയുള്ളൂ. ഓക്കെ, കഴിയല്ലേ? ഓക്കെ. സാറേ, അതേ ആ മരത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു മലയണ്ണ ഇത് കണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് നോക്കി അതുണ്ടോ മൂവാണ്. മലയണ്ണ ഉണ്ട്. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ തരാം. പിന്നെ കാട്ടി പോകുമ്പോൾ നമ്മൾ പരമാവധി സംസാരിക്കാൻ പാടിച്ചതിലുണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടൈഗറിനെ വാച്ച് ചെയ്യുക എന്നാ, ടൈഗർ ട്രയൽ എന്നതിൻ്റെ പേര്. പരമാവധി നമ്മൾ ഈ ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ മൃഗമാണ്. അവൻ സൗണ്ടോ സ്മെല്ലോ അടിച്ചാൽ അവൻ പോയിക്കളയും. നമുക്ക് മിക്കവാറും ഇപ്പം 4 ക്യാമ്പിന് 1 ക്യാമ്പിന് വെച്ച് ടൈഗറിനെ കാണുന്നുണ്ട്. ഈ ലാസ്റ്റ് 3 ക്യാമ്പിൽ കണ്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ക്യാമ്പിന് കണ്ടു. അതെന്നായിരുന്നു? ഈ ഓണത്തിന് മുമ്പ് 4-ാം തീയതി അവർ കടുവയെ കണ്ടു. ഞാൻ അതിന് മുമ്പേ കഴിഞ്ഞ മാസം 22-ാം തീയതി 3 കടുവയെ ഒന്നിച്ച് കണ്ടു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിൻ്റെ കടുവയുടെ എണ്ണം കൂടുന്നു എന്നും പറഞ്ഞു. അതെ, നല്ലപോലെ കാണാം മലയണ്ണ. നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പൊസിഷനാടാ. അടിപൊളി. ഇത് എന്ത് കണ്ടാലും നിങ്ങളുടെ ലക്ക. ഇത് നാച്ചുറലായ ഫോറസ്റ്റാ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞങ്ങൾ ശ്രമിക്കും. ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.
കുടങ്ങൾ. കൊടങ്ങൽ. ഇത് ഇപ്പം മറ്റേ നമ്മുടെ ചെറിയ ബോട്ട്സിനകത്തൊക്കെ ബ്രഹ്മിയാന്നും പറഞ്ഞു വരുന്നില്ലേ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന ഇതാ. എന്താ യൂസ് എന്താ? ഷുഗറല്ല, കരൾ സുരക്ഷിതമെങ്കിൽ ബ്രഹ്മി കഴിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതാ സംഭവം. കള്ളുടിക്കുന്ന എൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ലെപ്പേഡിന്റെ പഗ് മാർക്ക് കേട്ടോ, നമ്മൾ നടക്കുന്ന വഴിയിൽ കണ്ടതാണ്. പിന്നെ ഇത് മാൻ്റെയാണ്. ഓരോരുത്തരും കാണാമോ? ക്യാമറയിൽ കാണാൻ പറ്റില്ല. കൊള്ളാം. എന്ത് വലിയ മരം അല്ലേ, ചെറിയൊരു പോവാല്ലേ അതിൻ്റെ ഉള്ളിൽ. വിത്ത് എടുത്തോണ്ട് പോയി കുഴിച്ചു വെച്ചാൽ ഉണ്ടാകുകയല്ല. ഇതൊരു സൈസ് ബാറ്റ ഇത് കഴിക്കുന്നത്. എന്നിട്ട് അത് ഏതെങ്കിലും മരത്തെ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഏതെങ്കിലും മരത്തെ കൊണ്ടുവരുന്ന കഴിച്ചേച്ച് അത് കാഷ്ടയ്ക്ക് അവിടെ ആ കൈ എല്ലാം കൂടെ കൂട്ടത്തോടെ വെക്കും. അല്ലാതെ ഇതിന്റെ ചൂട്ടിൽ റയറാ. ഇതിന്റെ പേര് പറഞ്ഞ കരിമരം. ഇത് പിയാനോ ഒക്കെ ഉണ്ടാക്കാൻ ഈ മരവാ. ഓക്കെ ഓക്കെ. ഇതിന്റെ ഇലയ്ക്ക് ആ കപ്പാസിറ്റി ഉള്ളത് നമുക്ക് കാണാമല്ലോ. രോമൊക്കെ എഴുന്നേക്കുന്നില്ലേ? ഞാനിത് വീട്ടിൽ കൊണ്ട് വെച്ച് ഒന്ന് ലഭിച്ചെടുക്കാൻ നോക്കും, നടന്നിട്ടില്ല ഇതുവരെ. കരിമരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്റ്റ് വരും നമുക്ക്. നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഒരു തണുത്ത ഒരു ചെറിയൊരു കാറ്റൊക്കെ വരുന്ന പോലെ, AC-യുടെ അടുത്ത് നിൽക്കുന്നൊരു ഫീല് വരില്ലേ, അതേപോലെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മരം കാണുന്നത്. പ്രകൃതിയുടെ ഒരു അത്ഭുതങ്ങൾ രക്ഷയിലാട്ടോ, അടിപൊളി. കുന്തിരിക്കം അല്ലേ, അടിപൊളി. കത്തിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. ഇതാ മെയിൻ ചർച്ചിലൊക്കെ. ഇത് നാച്ചുറലാണ്, നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും സാറേ. 600 രൂപ എങ്ങാണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കാട്ടിക്കൂടെ വന്നിട്ട് പിന്നെ നമ്മൾ ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, അതിൻ്റെ റോട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മളിനി നടന്ന് ബോട്ടിങ്ങിൽ എൻ്റെ അവിടേക്ക് എത്തി. അവിടുന്ന് പുഴ ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കരിമരം മറക്കാൻ പറ്റില്ല. അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അതെങ്ങനെയാണത്, അത് അവിടെ വന്ന് ഫീൽ ചെയ്യണം. ശരിക്കും ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഒരു തണുത്ത ഒരു കാറ്റൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, നമ്മൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. കയ്യിൽ രോമൊക്കെ എഴുന്നേൽക്കുന്ന പറയും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ഫ്രഷ് എയർ, ശരിക്കും മരത്തിൽ നിന്ന് എന്തോ ഒരു തണുത്ത ഒരു, ആ മരം അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തെ അന്തരീക്ഷത്തെ കൂളാക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു അത്ഭുത മരം, ഭയങ്കര എക്സ്പീരിയൻസ്. ഭയങ്കര ഫീൽ ആട്ടോ അത്. മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു മറക്കാനാവാത്തൊരു വലിയൊരു, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഈ സംഭവം. നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഏരിയ ആണിത്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിത് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. ബോട്ട് ലാൻഡിങ് ഏരിയ. ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ പക്ക ഇതിലേക്ക് ക്യാമ്പ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കറക്റ്റായിട്ടുള്ള ക്യാമ്പ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ചങ്ങാടം ഇങ്ങോട്ട് വലിക്കണ വലിച്ച് എടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ ഓക്കെ, അറ്റത്തേക്ക് വരാം അല്ലേ? ഇവിടെ ഇട്ട് സെറ്റ് ആവാം അല്ലേ? ഇവിടെ ഇട്ട് സെറ്റ് ആവാം.
മറ്റു സ്ഥലങ്ങളിൽ നിന്നല്ല, നമുക്ക് ക്യാമറയിൽ കിട്ടാതെ വന്നേക്കുന്നതൊക്കെ കാണും. അത് ബ്ലാക്ക് പാന്തർ ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ PTR4 അവന്റെ ഇട്ടേക്കുന്ന നമ്പർ. PTR4 പക്കുമാർക്കാണല്ലേ? അവന് ഏറ്റവും നല്ല ടെറിട്ടറി അവൻ്റെതാണ്. അവന്റെ ടെറിട്ടറി മിക്കവാറും ഭൂരിപക്ഷം ഗ്രാസ് ലാൻഡാണ്. ഗ്രാസ് ലാൻഡിൽ ഇഷ്ടം പോലെ മൃഗങ്ങളാണ്, ഗ്രാസ് കഴിക്കുന്ന മൃഗങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല സൈസുള്ള പകുമാർക്ക് കണ്ടറിയാം. ഈ സാധനത്തിന് ഏകദേശം ഇത്ര സൈസ് ഇല്ലേ? അവനെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിലുണ്ട്, ഫോട്ടോ ഉണ്ട്. സൈസ് നോക്കിയില്ലേ? ഓ, ഇതിൽ പോകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൊന്നാണത്. കാണാൻ പറ്റുന്നുണ്ടോ? മാക്സിമം സൂം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഷേക്ക് ചെയ്ത നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാട്ടി പോകുമ്പോൾ, ചെടിയുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതൊരു പിറ്റ് വൈപ്പറാണ് കേട്ടോ. ഹ്യൂമൺ അനാട്ടമി തന്നെ നോക്കായിരുന്നല്ലേ? സാവു ചേട്ടൻ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ആനയുടെ പല്ല. എന്റെ പൊന്നെ, ഇത് ആനയുടെ പല്ലാണോ? ഇത് കല്ല് പോലെ ഉണ്ടല്ലോ. ഇത് പല്ലാണത്. അത് ഈ സൈസ് 6 പ്രാവശ്യം മാറും. ഇങ്ങനെയാ ഈ പല്ലില്ലേ, പൊഴിഞ്ഞു പോയി വേറെ വരും. എന്റെ പൊന്നെ. അതെ സാറേ, എവിടെയാ സാറേ? മങ്കൂസ. മങ്കൂസ് കുഴപ്പമില്ല, ഇവിടെ ഇട്ട്. ഇത് ഭയങ്കര കല്ല് പോലെ ഉണ്ടല്ലേ? ഇത് അണപ്പല്ലാണ്. അണപ്പല്ലേ? ആനയുടെ അണപ്പല്ലാണ് കേട്ടോ അത്. ഓ, അടിപൊളി. ഇത് താഴ്ത്തു വയ്ക്കണ കേട്ടോ. ഇവിടെ വേറെ ഒന്നും ഉണ്ടല്ലോ. ഇത് വീണ്ടും ആനയുടെ പല്ലനെയാണ് കേട്ടോ അത്. ഇന്നലത്തെ ആണല്ലേ അത്? അടിപൊളി കേട്ടോ. ഇത് മറ്റേ T4 PTR4 അത് കണ്ടില്ല, ഇത് കാണാം. എന്നെ ഭയങ്കര സൈസല്ലേ? പെരിയാർ ടൈഗർ റിസർവ്. ഇത് ചോരക്കാലിമാരാട്ടോ. ടൈഗർ അതിൻ്റെ നഖത്തിന് മൂർച്ച കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരം. ഈ സ്ക്രാച്ചസ് ടൈഗറിൻ്റെ ആണ് കേട്ടോ. ടൈഗർ ചെയ്തിട്ടുള്ള സ്ക്രാച്ചസ് ആണ്. എത്ര ഹൈറ്റിലേക്ക് സ്ക്രാച്ചസ് പോയി നോക്കട്ടോ. ഇത്രയും സൈസ്. കൈ ഫുള്ളായിട്ട് പൊന്തിച്ചിട്ട് വരെ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തണില്ല. ഇവിടേക്ക് എത്തുന്നുണ്ട്. ഓ, കണ്ടോ? നമ്മുടെ കൈ ഫുള്ളായിട്ട് എത്തിച്ചിട്ട് വരെ അവിടേക്ക് എത്തണില്ല. അവ ടൈഗർ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ സൈസ് വലച്ചേക്ക്. എൻ്റെ പൊന്നെ.
കുട്ടിയാനയുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ, പല്ലിൻ്റെ ഒക്കെ ഭാഗം. ന്യൂമോണിയ ബാധിച്ച് മരിച്ചതാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെ ന്യൂമോണിയ ബാധിച്ചതെന്ന് അവർ മനസ്സിലാക്കിയത് ചോദിച്ചു നോക്കാം. അതെ, ആ ആന ന്യൂമോണിയ വന്നാണെന്ന് എങ്ങനെ മനസ്സിലായത്? അത് പോസ്റ്റ്മോർട്ടം ചെയ്താണ്. ഓ പോസ്റ്റ്മോർട്ടം. ഓ ആന ചത്താലും മറ്റ് ഈ ഷെഡ്യൂൾ വണ്ണിൽ പെട്ടുന്ന മൃഗങ്ങളൊക്കെ ചത്താൽ പോസ്റ്റ്മോർട്ടം ചെയ്യൂല. ആ ഓക്കെ, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് ന്യൂമോണിയ വന്നത് മനസ്സിലായത്. കുട്ടിയാനെയാണല്ലേ അത്? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ രാത്രി നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോസിലാണ് കേട്ടോ, ഫോസില് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചീവിട്. നമ്മളൊരു ടോട്ടലൊരു 7-8 കിലോമീറ്റർ നടന്നു. ആദ്യം ഒരു 3-3.5 കിലോമീറ്റർ നടന്ന് ബോട്ടിങ്ങിൻ്റെ അവിടെ വന്ന് ഒരു റിവർ റാഫ്റ്റ് ചെയ്ത്, പിന്നെ വീണ്ടും ഒരു 3.5-4 കിലോമീറ്ററോളം നടന്ന് നമ്മുടെ വീണ്ടും ഒരു ചെറിയൊരു റാഫ്റ്റിങ് കൂടി ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അത് ഇവിടുന്ന് കാണാം. നോക്കട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ഇത് എടുക്കുന്നുണ്ട് ആള്, വഞ്ചി റാഫ്റ്റ് ചെയ്യാനുള്ളത്. ഇത് ക്രോസ് ചെയ്തിട്ട് ഇത് അവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ റാഫ്റ്റിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ടോട്ടൽ ഒരു 7-8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്താനായിട്ട്. നമ്മള് ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ഇതുവരെയുള്ള ഒരു 7-8 കിലോമീറ്റർ യാത്ര തന്നെ അടിപൊളി. യഥാർത്ഥ വീഡിയോസ്, യഥാർത്ഥ സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കരയിലേക്ക് എത്തി. നമ്മുടെ ടെൻറ്റ് സംഭവങ്ങളൊക്കെ അവിടെ കാണാം. യെസ്, കരയിൽ ടച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈഡിലും പുഴയും പുഴ, എൻ്റെ കാട്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് എന്തായാലും ഒരു മറക്കാനാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അടിപൊളി. ട്രഞ്ച് അടിച്ചിട്ടുണ്ടല്ലേ, അടിപൊളി. ഓക്കെ, രണ്ടാമത്തെ വന്നു. ഞാനൊരു 30 സെക്കൻഡ് വീഡിയോ എടുക്കട്ടെ. രണ്ടെണ്ണം നിലവിലുണ്ട്. എന്തോ തിന്നേട്ടാ, അതെന്തോ തിന്നാണ്. അല്ല, എന്താ അറ്റാക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടവനെ? അവൻ കഴിച്ചോണ്ടിരിക്കുക. എന്താ കഴിച്ചോണ്ടിരിക്കാണ്? അതില് കിട്ടുവോ ഡോക്ടറെ? ആ ബാങ്ക്സിന്റെ വെള്ളം ആ ഭാഗത്ത്. എനിക്ക് ഇവിടെ തിന്നോ തിന്നോണ്ടിരിക്കണ്ട്. നാല് പേരുണ്ട്.
അപ്പോൾ നമ്മുടെ ഫുഡ് അടിക്ക് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊന്നും ചെയ്തില്ല, അതിൻ്റെ പരിസരത്ത് കിടന്ന് നോക്കി നിന്നു. ഇപ്പോൾ നേരത്തെ വൈൽഡ് ഡോഗിൻ്റെ ഹണ്ട് കണ്ടു. നമ്മൾ വീണ്ടും ബോട്ടിലിങ്ങനെ ഇറങ്ങിയൊക്കെയാണ്. ഫുള്ള് ആക്റ്റീവാട്ടാ. ആക്റ്റീവ് തന്നെ ടൈഗർ ട്രെയിലിൽ നമുക്ക് ഇരിക്കാൻ സമയമില്ല, ഫുള്ള് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇതുവരെ 100% ഹാപ്പിയാണ്. ഇനിയുള്ള കാഴ്ചകൾ എന്താ നോക്കാം. ഓക്കെ, ജസ്റ്റ് ആന മഴ പെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അടുത്തടുത്ത് ചോദിക്കണേ എല്ലാവരും.